നിക്കണോ എവിടെക്കാണ് ഇത് പോണത്? എന്റെ ഉമ്മാനെ കാണട്ടെ, എന്റെ പൊട്ടന്മാരെ മാറ്റ നടത്തല്ലേ ഇങ്ങോട്ട് വാജി ഇജ്ജ് കാട്ടിച്ചേട്ടാ. എന്റെ ഉമ്മാനം കാണട്ടെ, എന്റെ പേരയിൽ ഒന്നും കൂടി പോകാറുണ്ട്. എന്റെ ഉമ്മാനൊന്ന് കാണാണ്ട് ഉമ്മാനെ ഒരിക്കലും കാണും ഞാന്. കണ്ടിട്ട് ഞാൻ ഉമ്മാനോട് ഞാൻ പറഞ്ഞോണ്ട് ഞാൻ വായഞ്ഞ് എനിക്കൊന്നും തരൂല, എനിക്കൊരു സാധനം ഞാൻ തരൂല. ചൂലും കെട്ടിട്ട് ഞാൻ അടിച്ചു വണ്ടിയെത്തി. അല്ലെങ്കിൽ എന്താ തരല്? കൊറേ പണിയെടുപ്പിക്കും, എന്നിട്ട് ഒരു ഗ്ലാസ് ചായൻ്റെ തള്ള തരൂ, വേറെ ഒന്നും തരൂല. പഴയ കടിയും തരൂ, 100ഓളം പണിയെടുപ്പിക്കും. ഒക്കെ നിങ്ങൾ തന്നെ പറയും ചെയ്ത് കാശിക്ക് കുറ്റം. ഞാൻ ചുമ്മാട് എന്താണ് ഞാൻ പറഞ്ഞു കൊടുക്കാം ആദ്യം. കുഞ്ഞാപ്പോ അജയ് എവിടെ ഇരുന്ന്? അല്ല ആ മര്യാദ എന്താ എന്നെ പറ്റിട്ട് കൊറേ അവിടെ വന്ന് പറഞ്ഞല്ലോ. ആ അവിടെ വന്നിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിരുന്നാൽ ഇല്ല. ഞാനിപ്പോ അന്നെ കാണാൻ വേണ്ടി വന്നായിരുന്നു. അപ്പണ്ട് മര്യാദ അന്നെ കണ്ടാ? ഞാൻ ആയിക്കോട്ടെ വരികയായിരുന്നു. അപ്പൊ മര്യാദന്റെ പേരക്കുട്ടികളുണ്ടല്ലോ, 2 ചെക്കന്മാര്. ചെറിയ കുട്ടികളാ? കുറച്ചൊക്കെ വലിപ്പമുണ്ടോ, 5-ലൊക്കെ പഠിക്കുകയാണ്, 2-3-ലൊക്കെ പഠിക്കുകയാണ്. ഒന്നും തല്ലോടും. മര്യാദ പറയും എന്നോട്, കുഞ്ഞാപ്പോ അവിടെ വാന്ന് പറഞ്ഞു. എന്നിട്ട് ചായ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞാപ്പോ രണ്ടും എപ്പോഴും തല്ലാണ്. ചെക്കന്മാർ എന്റെ പേരക്കുട്ടിയെ നോക്കണ്ട, രണ്ടും ഭയങ്കര തല്ലാണ്. രണ്ടിനും ഇവിടെ വേറിരുത്തിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേറിരുത്തി. അപ്പൊ എന്നോട് പറഞ്ഞു, ഓരോട് പറഞ്ഞു, കുഞ്ഞാപ്പൂന്റെ ഞങ്ങൾ അടിയെ വാങ്ങിക്കുക. കുഞ്ഞാപ്പ് ഒന്ന് കൊടുക്കടാ പറഞ്ഞു. അങ്ങനെ മര്യാദ അവത്തേക്ക് പോയി. ഞാൻ മൂത്ത ചെക്കനെ ഞാൻ വലിയൊരു വടിയിട്ട് നല്ല അടിച്ച് പൊറാണ്ട് പൊളിച്ച്, രണ്ടാളും പുറം പൊളിച്ച്. അപ്പൊ കുട്ടികളെ ചീറി പൊളിച്ച്. അപ്പൊ മര്യാദ അവത്തുനിന്ന് ഓടി വന്ന്, എന്താ മക്കളെ അറിയാം. ഞാൻ പറയാം, മര്യാദ ഞാൻ നല്ല അടി അടിച്ചിട്ട് അഞ്ഞ ഒരു തല്ലോടില്ല. അതിന് ഇന്നോട് തല്ലാൻ പറഞ്ഞ മറിയാത്താന്റെ മുഖം ഇതൊക്കെ ഉണ്ട് വാടി. മറിയാത്ത പറഞ്ഞ്, എന്താടാ ചൈത്താനേ, ഇന്റെ കുട്ടികളെ കൊല്ലോടാ ചൈത്താനേ, ഇന്റെ കുട്ടികളെ ചൈത്താൻ കൊല്ലണ്, അനക്കെന്താടാ പിരാന്താടാന്ന് പറഞ്ഞിട്ട് മറിയാത്ത എന്നെ അടിക്കാൻ വന്നു. അത് നാളെ ദിവസം അന്നെ കാണിച്ചരാടാ, അന്റെ ഉമ്മാനെ കാണിട്ടടാ, അന്നെ എങ്ങനെ ഇട്ടടാ ചങ്ങല കെട്ടിടൂന്ന്. ബാബാ മറിയാത്തല്ലേ എന്നോട് അടിക്കാൻ പറഞ്ഞത് ആദ്യം. അതൊക്കെ അടിക്കാൻ പാടില്ല, കുട്ടികളല്ലേ. ഒരു തല്ലോടുമ്പോ മറിയാത്ത എന്നോട് അടിക്കാൻ പറഞ്ഞിട്ട് അപ്പത്തെ അതിനൊരു പേരിന് പറഞ്ഞാണ്. എന്ത് പേര് പറയാ കൊടുത്തൂടെന്നൊക്കെ പറയൂ. എന്നിട്ട് ഞാൻ ഓരോന്ന് സഹായിച്ചു കൊടുത്താണ് നല്ലപോലെ ചെക്കന്മാര് വളർന്നോട്ട് വെച്ചിട്ട്. എന്നിട്ട് മറിയാത്ത എന്താണ് ഇന്നെ ചീത്ത പറഞ്ഞ് ഇപ്പൊ ഉമ്മാനെ തെരഞ്ഞു വന്നിക്കണ്, ഇമ്മാനോട് പറയാൻ വേണ്ടിട്ട്. ഉമ്മാനെ കണ്ടിട്ടില്ല, എന്തായാലും ഉമ്മാനെ കണ്ടിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഇന്നെ കൊറേ ചീത്ത പറഞ്ഞു. ഞാൻ ഉണ്ടായിരുന്നപ്പോ അവിടെ. അല്ലെങ്കിൽ ഉമ്മ പറയാ, ആർക്കും കണ്ടറിഞ്ഞിട്ട് ഒന്നും ചെയ്തു കൊടുക്കരുതെന്ന്. ഇതാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കല്. ഞാൻ സഹായിച്ചതല്ലേ, മര്യാദ പറഞ്ഞിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ വടിയൊന്നും കണ്ടില്ല. അപ്പൊ വലിയൊരു വെറുകിന്റെ കൊള്ളിണ്ടായിരുന്നു, അതിന്റെ കാലിനെ പഠിച്ചു. നല്ല പഠിച്ചിട്ടുണ്ടാവൂലേ? അതാണ് ദേഷ്യം. ഇത് കുറ്റക്കടെ തല്ലി വിടുക. ഞാൻ എന്നോട് അങ്ങോട്ട് കാണട്ടെന്നൊക്കെ പറഞ്ഞു. കണ്ടോട്ടെ, കടക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നു. കണ്ടാ എന്നെ കൊണ്ട് നല്ല മഴ ഒഴിപ്പിക്കും. എന്നിട്ട് എന്താ ചായ തരും, അതന്നെ ഉള്ളു. ഇനിയിപ്പോ അതും ഇല്ലല്ലോ. അതും വേണ്ടക്കും. ഞാൻ ഇപ്പോഴൊന്നും അവിടെ പോകൂല. ആ ചക്കന്മാരും മരാതെ കൂടി ഇന്നെ അടിച്ചാലോ? അത് പറയാൻ പറ്റില്ല. എന്തിനാ കുഞ്ഞപ്പച്ചി കുട്ടികളൊക്കെ അടിക്കാൻ നിക്കണ്? കുട്ടികളെ അടിക്കാൻ ഒരു പറഞ്ഞിട്ട് ഞാൻ അടിച്ചതല്ലേ. ഒക്കെ ഞാൻ ഒരു പറയും ചെയ്യും, ഞാൻ അടിക്കും ചെയ്യും. ലാസ്റ്റിന്റെ കുറ്റല്ലേ അത്. അങ്ങനെ പലരും പറയും, അതൊക്കെ വെച്ച് കേൾക്കാൻ പാടണ്ട. ഓരിന്നോട് പറഞ്ഞാണ് ചക്കന്മാർക്കടാണ് അടിക്കടാ അറിഞ്ഞ് പഠിച്ചു. അതിനിപ്പോ ഇന്നൊരു ലാസ്റ്റ് ഒക്കെ പാടി ഇന്റെ നേരക്ക് വന്നിട്ടുണ്ട്. കേട്ടും ചെയ്തില്ലേ? ഇജിപ്പോ അല്ല ചോദിക്കട്ടെ, അവിടുന്ന് വന്നിരുന്നു എവിടക്ക പോയിരുന്നപ്പോ? ഞാൻ പണിയൊന്നുമില്ല, പോലമാരിലൊക്കെ ഉണ്ടാവും നോക്കാണ്ടി പോയതാണ്. അപ്പോഴാണ് മര്യാദ എങ്ങനെ കണ്ട്? അപ്പൊ മര്യാദ എങ്ങനെ കണ്ട്? ഇപ്പൊ തന്നെ ഇവിടെ വന്ന് പോയതാത്താടാ. വന്നു പോയതാണ്. അത് ശരിയാണ്. അവിടുന്ന് കണ്ട് അവിടെ നോക്കുമ്പോ തന്നെ അതിന്റെ മുന്നിൽ തന്നെ ഞാൻ പെട്ട്. എന്താ അതിന്റെ വായില നാവ്, അല്ലെങ്കിൽ ഇമ്മ പറയലുണ്ട്, പക്ഷെ വായിലാവ് കൂടുതലാണ് ഇതിന്. ഇനിയിപ്പോ നേരിട്ട് കാണാൻ നിക്കണ്ട. ദേഷ്യപ്പോഴൊന്നും പോവില്ല. പേരക്കുട്ടികളെല്ലാം അടിച്ചിക്കണ്. ഞാനിപ്പോ പോവില്ലടാ, ഞാൻ പോട്ടടാ. രാവിലെ പോയതാണ്, എനിക്ക് പൈസ എടുക്കാമായി, ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ വെറുതെ നോക്കി, പിന്നെ അവിടെ കൊറേ പോയി വർത്താനം പറഞ്ഞു. പോയോടത്തൊന്നും കിട്ടിയില്ലേ? ഒന്നും കിട്ടില്ലടാ. അപ്പൊ പഴയമാര് ആരും തരുന്നില്ല. എന്താ ആൾക്കാർക്ക് പറ്റിക്കത്? അപ്പൊ തന്നെ പറഞ്ഞു, കുഞ്ഞാപ്പോ ഇവിടെ ഒന്നും ഇല്ലടാ, പിന്നെ വാന്ന് പറയും. മുൻകൂട്ടി പറയാണ്.
എന്താ ഇല്ലായിട്ടാവും കുഞ്ഞാപ്പോ. ഇല്ലായിട്ടാവൂലേ? ആ ഇനിയിപ്പോ അവിടെ എങ്ങനെ പോണ്? ഞാൻ എന്റെ പെന്റെ ഉള്ളിലേക്ക് പോവാ. അവിടെ എന്തെങ്കിലും തിന്നാലോ? എന്റെ ഉമ്മ എന്തെങ്കിലും ഉണ്ടാക്കിയേക്കോ? ഉമ്മ അവിടെ ഇല്ല. ഇനി പോയോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്തെങ്കിലും തിന്നാൻ. ഞങ്ങൾ എന്നാ പോയോക്ക്.